നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റും ചെയ്യണം. ഇനി ആകെ 4 എപ്പിസോഡും കൂടിയുള്ളൂ. ആ ഒരു എപ്പിസോഡ്സും കൂടി നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയേണ്ട ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനാണെങ്കിൽ അവൻ്റെ ഹോസ്റ്റലിലേക്ക് വരുന്ന ടൈം അവനെയും വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്നതായിരിക്കും. സംഭവം എന്നാൽ ഇന്നലെ വലിയ ഭീമളക്കിയില്ലേ, നിനക്കാണെങ്കിൽ എന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വാടാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടായിരിക്കും ഗൂ വന്നിട്ടുണ്ടാവുക. ഗൂവിനെ കണ്ട പാട് നമ്മളെ കട്ടുറുമ്പാണെങ്കിൽ പേടിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അതാണെങ്കിൽ മുഖത്ത് കാണിക്കുന്നുണ്ടാവില്ല. എന്നിട്ട് ഗൂ ആണെങ്കിൽ പറയും, എനിക്കൊരു കാര്യം നല്ലോണം അറിയാം, നീയും ഡേയും തമ്മിൽ ഒരു ബന്ധവുമില്ല, പക്ഷേങ്കിൽ അവൾ എന്തോ ഒരു കാര്യം എൻ്റെ അടുത്ത് മറച്ചു വെക്കുന്നുണ്ട്. അതെന്താണെന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയേ. നമ്മളെ കട്ടുറുമ്പാണെങ്കിൽ പറയും, അത് നിന്റെ കാര്യമൊന്നും അല്ലല്ലോ, ഞാൻ നിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് പറയും. അതേ ടൈം നമ്മളെ ഗൂ ആണെങ്കിൽ കൈയിനെ കൊണ്ട് ഇതുപോലെ ലാക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ നമ്മളെ കട്ടുറുമ്പിനെ അടിച്ചിട്ടില്ലേ, ഏത് അന്ന് ബോക്സിങ് നടത്തുന്ന അന്നത്തെ ദിവസം. ആ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ കട്ടുറുമ്പിനാണെങ്കിൽ നല്ല പേടി ഉണ്ടാവുമായിരിക്കും. പക്ഷേ ധൈര്യം സംഭരിച്ചിട്ട് അവനാണെങ്കിൽ ഒന്നും പറയുന്നുണ്ടാവില്ല. ഗൂ ആണെങ്കിൽ പറയും, ഒരു ദിവസം നീ എൻ്റെ അടുത്ത് എല്ലാം തുറന്ന് പറയേണ്ടി വരും, ആ ഒരു ദിവസത്തിന് ഇനി അത്ര ടൈം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഗൂ അവിടുന്ന് പോവുകയും നമ്മളെ കട്ടുറുമ്പാണെങ്കിൽ ഗൂ പോയ ഭാഗത്ത് ഫസ്റ്റ് പോകാൻ നോക്കിയിട്ട് പിന്നെ മനസ്സിൽ വിചാരിക്കും, വേണ്ട വെറുതെ അടിയായിരുന്നു വാങ്ങണ്ട അതെന്ന് വിചാരിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നുണ്ടാവും. നമ്മളെ കട്ടുറുമ്പിനാണെങ്കിൽ വെറുതെ ഭീമ പറയാൻ മാത്രമേ അറിയുള്ളൂ, ആളൊരു പാവാണ്. പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ ഗൂ ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ കൊണ്ട് കാര്യമായിട്ട് എന്തെല്ലോ റിസർച്ച് ചെയ്തിട്ട് അതെല്ലാം ഒരു ബോർഡിൽ എഴുതി വെക്കുന്നുണ്ടാവുമായിരിക്കും. ഹാൻ ആണെങ്കിൽ ഒരു കോമ്പിനേഷനും ഇല്ലാത്തൊരു ഡ്രസ്സ് ഇട്ടിട്ട് വരുന്ന ടൈം ഗൂ ആണെങ്കിൽ പറയും, ഇത് ഭയങ്കര അഗ്ലിയാണ്, ഇതൊന്നും മൊത്തം കഴിച്ചിടുമെന്ന് ചോദിക്കുക. അതേ ടൈം ഹാൻ ആണെങ്കിൽ പറയും, ഇതൊരു സർപ്രൈസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് ആണ്, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല എന്നൊന്ന് പറയുന്ന ടൈം ഗൂ ആണെങ്കിൽ ചോദിക്കൂ, നിനക്ക് ആ ഒരു ഡേയിനെ കൊണ്ട് എന്നാ അഭിപ്രായം എന്ന് ചോദിക്കേ. നമ്മളെ ഹാൻ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് തന്നെ അവൻ്റെ മുഖത്ത് നല്ല രീതിയിലത്തെ ഒരു കള്ളത്രം ഉണ്ടാവുമായിരിക്കും. നമ്മളെ ഹാൻ ആണെങ്കിൽ പറയൂ, അവളെൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ആണ്, പിന്നെ അവൾ നല്ലൊരു കുട്ടിയാണെന്നും പറഞ്ഞിട്ട് നമ്മളെ ഹാൻ നൈസായിട്ട് അവിടുന്ന് മുങ്ങുന്നുണ്ടാവും. അവൻ മുങ്ങിയ പാട് തന്നെ ഡെയിനെ വിളിച്ചിട്ട് നമ്മളെ ഗൂനെ അവളെ മേലെ നല്ല ഡൗട്ട് ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ടാവുമായിരിക്കും. അത്രയല്ല, ഹാൻ ആണെങ്കിൽ നമ്മളെ ആൻറ്റി അവിടെ ഉണ്ടോ എന്നും ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം നമ്മളെ ഡേ ആണെങ്കിൽ പറയും, ഹാ ഉണ്ട്, എന്നാ കാര്യം എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും, എനിക്ക് നിന്റെ ആൻറ്റിനോട് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്യേ. നമ്മളെ ഡേ ആണെങ്കിൽ ആ ഒരു കാര്യം ആൻറ്റിനോട് പറയുന്നുണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ ആൻറ്റീനെ കാണാൻ അവളെ വീട്ടിലേക്ക് വന്നിട്ട് അവളോടാണെങ്കിൽ പറയും, നമ്മളെ ബിസിനസ്സിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഹോളിഡേ ആയതുകൊണ്ട് വേറെ ആരുമില്ല, നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ, ഇപ്പം തന്നെ മാറ്റണമെന്ന് പറയുക. ആൻറ്റി ആണെങ്കിൽ അധികം ഒന്നും ചോദിക്കാണ്ട് നമ്മളെ ആൻറ്റി വർക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര എന്താ പറയുക വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരാളായിരിക്കും. അതുകൊണ്ട് വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്തും മാറ്റി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് തയ്യാറാവുക. അതുകൊണ്ട് തന്നെ ആൻറ്റി ആണെങ്കിൽ 5 മിനിറ്റോട് പോയിട്ട് അവളെ ലഗേജ് എല്ലാം മാറ്റിയിട്ട് നമ്മളെ ചെക്കൻ്റെ കൂടെ വരുന്നുണ്ടാവും. ലഗേജ് മാറ്റിയിട്ട് അല്ല, ലഗേജ് എടുത്തിട്ട് നമ്മളെ ചെക്കൻ്റെ കൂടെ വരുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നാവിൻ്റെ വേള നിങ്ങൾക്ക് അറിയാലോ, അതങ്ങ് ക്ഷമിക്കണേ. രണ്ടും കൂടിയിട്ട് കാറിൽ പോകുന്നുണ്ടാവും. ഒരിക്കൽ നമ്മളെ പെണ്ണാണെങ്കിൽ തിരക്ക് പിടിച്ചിട്ട് വർക്കിൻ്റെ കാര്യങ്ങൾ എന്തല്ലോ ചെയ്യുന്ന ടൈം ഈ ഒരു കുരിപ്പാണെങ്കിൽ സെൽഫി എല്ലാം എടുത്തിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. പോകുന്ന ആ ഒരു ഹോട്ടലിലത്തെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ വർക്കിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുന്ന ടൈം ചെക്കനാണെങ്കിൽ വിഷയമായിട്ടിട്ട് വേറെ എന്തെങ്കിലും പറയാൻ നോക്കും. പക്ഷേ നമ്മളെ പെണ്ണ് വർക്കഹോളിക് ആയതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും, എടി നീ ഒന്ന് റെസ്റ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ അവളാണെങ്കിൽ വർക്കിൽ മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ അവർ രണ്ടാളും ഒരാളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഹാൻ ആണെങ്കിൽ ഇവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. അയാളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന ടൈമായിരിക്കും. ഇവനാണെങ്കിൽ ഒരു കാറ് റെന്റിലെടുത്ത കാര്യമാണെങ്കിൽ ഇവൾ അറിയുന്നുണ്ടാവുക. ഇവളാണെങ്കിൽ എന്തിനാ നീ എടുത്തതെന്നൊക്കെ ചോദിക്കുന്ന ടൈം നമ്മളെ കുരിപ്പൊരു കുരുട്ടായത് കൊണ്ട് തന്നെ എന്തല്ലോ ഉടായ്പ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അവർ രണ്ടാളും കൂടിയിട്ട് നമ്മൾ ചെക്കൻ പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണ് അവിടെ എത്തിയിട്ട് വർക്കിൻ്റെ കാര്യങ്ങളായിരിക്കും നോക്കുന്നുണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ നെറ്റിലെല്ലാം നോക്കിയിട്ട് അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള ഏതോ ഒരു ഡ്രിങ്ക് വാങ്ങണം എന്ന് പറയുന്നുണ്ടാവില്ലേ, വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷേ അവനാണെങ്കിൽ ഡ്രിങ്ക് വാങ്ങാനായിരിക്കും പോകുന്നുണ്ടാവുക. അവൻ അവിടുന്ന് പോയ പാടന്നെയായിരിക്കും. വെയിട്രസ് ആണെങ്കിൽ ഇവരെ ഫുഡിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. നമ്മളെ ഹാൻ ആണെങ്കിൽ ജൂൺ 15 ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ബുക്ക് ആക്കിയിട്ടുണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല, ഇവൻ ഇത്ര നേരം കാണണമെന്ന് പറഞ്ഞ ആളെ പേര് ലൂക്കാസ് എന്നായിരിക്കും. ലൂക്കാസ് എന്ന് പറയുന്ന ആളാണെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായിരിക്കും.
ആയിരിക്കും. ആ ഒരു കാര്യം ഈ ഒരു വെയിട്രസ് നമ്മളെ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. പെണ്ണിനാണെങ്കിൽ ഇത്ര നേരം നമ്മളെ ഹാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളാണെന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതെല്ലാം അറിയുമ്പോൾ അവർക്ക് സങ്കടാവുന്നുണ്ടായിരിക്കും. ടൈമായിരിക്കും ഇവള് സത്യങ്ങളൊന്നും അറിയാണ്ട് നമ്മളെ ഹാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവനാണെങ്കിൽ വന്നപാട് ആ ഒരു ഡ്രിങ്ക്സ് എല്ലാം നമ്മളെ പെണ്ണിന് കൊടുക്കുന്നുണ്ടായിരിക്കും. അവളാണെങ്കിൽ ചോദിക്കും, നീ എന്നാകെ 2 ഡ്രിങ്ക്സ് വാങ്ങിന്, ഒരാളും കൂടി വരാനില്ലേ എന്ന് ചോദിക്കുന്ന ടൈം ഹാൻ ആണെങ്കിൽ പറയും, ആ ഒരു ലൂക്കാസ് ആണെങ്കിൽ എന്തൊരു തിരക്കിൽ പെട്ടിട്ട് വരാൻ പറ്റൂല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, നീ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട, നമുക്ക് അയാളെ ആണെങ്കിൽ ഇങ്ങനെ മെയിൽസിലൂടെയെല്ലാം ഫോളോ ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരിക്കും. നമ്മളെ പെണ്ണ് എല്ലാ സത്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടായിരിക്കും ഇവനോട് ചോദിക്കുന്നുണ്ടാവുക. നമ്മളെ ഹാനിനെയും കുറ്റം പറയാൻ പറ്റൂല, ഇവളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത് ചെറിയൊരു കള്ളാണ് ഇത്രത്തോളം ആയത്. പക്ഷെങ്കിൽ നമ്മളെ ആൻറ്റി ആണെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് അവിടുന്ന് പോകുന്നുണ്ടാവുക. ഹാൻ ആണെങ്കിൽ ആൻറ്റീൻ്റെ ദേഷ്യം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഹാനിൻ്റെ വിചാരം ആൻറ്റിക്കാണെങ്കിൽ ആ ഒരു ലൂക്കാസിനെ കാണാൻ കഴിയാണ്ട് ഇവരെ പ്രൊജക്റ്റിൽ എന്തോ ഒരു പ്രശ്നം വന്നത് കൊണ്ട് സാഡ് എന്നുള്ളൊരു തിങ്ക് ആയിരിക്കും. എങ്കിൽ എന്നാ സത്യം എന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. രണ്ടാളും കൂടിയിട്ട് അവർ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിലെത്തി. അവിടെ എത്തിയപാട് നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഇവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ഇവക്ക് എന്ത് ചോദിക്കുന്ന ടൈമായിരിക്കും അവളാണെങ്കിൽ എന്തെല്ലാം സംഭവം ഒന്നും മനസ്സിലാവുന്നുണ്ടാവുക. ഇവനാണെങ്കിൽ ഇവളോട് കള്ളത്തരം പറഞ്ഞിട്ട് ഇവക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ അവളാണെങ്കിൽ കുറച്ച് ഏജ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റോ മീൻസ് ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ലാഘവത്തിൽ എടുക്കാനുള്ള അങ്ങനത്തെ ഒരു തിങ്കില്ല. അങ്ങനത്തെ ഒരു തിങ്കിൽ അവൾ വന്നിട്ടുണ്ടാവില്ലേ. അവളാണെങ്കിൽ തർക്കിച്ചോട് നിൽക്കുന്നതായിരിക്കും. പക്ഷേങ്കിൽ നമ്മളെ കുരുട്ട് ഹാൻ ആണെങ്കിൽ ആരാ മോയെ അവനാണെങ്കിൽ അവൻ്റെ മാക്സിമം അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവളാണെങ്കിൽ ഒന്ന് കൺവിൻസ് ആയി വരുന്ന സമയത്തായിരിക്കും ആർക്കോ ഒരാൾക്ക് സുഖമില്ലാന്നൊന്ന് പറഞ്ഞിട്ട് ഇവക്കൊരു കോള് വരുന്നുണ്ടാവുക. ഇവളാണെങ്കിൽ പോകണമെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേങ്കിൽ ടിക്കറ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല അവിടെ ഭയങ്കര മഴയായിരിക്കും. അവളാണെങ്കിൽ പറയും, നീ ഇങ്ങനെ റെന്റിനെടുത്ത ആ ഒരു കാറിൽ അത് എനിക്ക് താന്നെന്ന് പറയേ. ഹാൻ ആണെങ്കിൽ പറയും, ഇടി പുറത്ത് ഭയങ്കര മഴയാണ്, നീ എങ്ങനെയാ പോകുമെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, ഞാൻ നിന്നോട് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ഒറ്റക്ക് പോയിക്കളും, അതുകൊണ്ട് നീ കീ താന്നെന്ന് പറയും. നമ്മളെ ഹാന കീ കൊടുത്തിനോ ഇല്ലെന്നൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല. ഈ ടൈം നമ്മളെ ഗൂനെ നോക്കുന്നുണ്ടെങ്കിൽ അവനാണെങ്കിൽ വന്നിട്ട് നമ്മളെ പാനിനെ വിളിക്കുന്നുണ്ടാവുക. പാനാണെങ്കിൽ ഫുള്ള് സോളാവും. അവളാണെങ്കിൽ വിചാരിക്കും സംടൈംസ് അവനാണെങ്കിൽ എന്നെ കണ്ടതിന് ശേഷം ആ ഒരു ഡെയിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, ഞാൻ ഒരു പ്രിൻസസ് ആണല്ലോ, അതുകൊണ്ട് എന്നോട് ഇഷ്ടം വന്നിട്ടായിരിക്കും ഇപ്പം വിളിക്കുന്നതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും മൂപ്പറാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ടാവുക. ഗു ആണെങ്കിൽ വന്നപാട് നമ്മളെ ഡേ പെണ്ണിനെ കൊണ്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അവളെ ഡ്രീം എന്നാണ്, അവളെ ക്യാരക്ടർ എന്നാണ്, നിനക്ക് അവളെ ഇഷ്ടപ്പെട്ട കാര്യം എന്നാണ്. ഇങ്ങനെയുള്ള 100 കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം അവനാണെങ്കിൽ പറയും, നീ ഇങ്ങനെ പോകുന്ന വഴിക്ക് ആ ഒരു സീനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം, എന്നിട്ട് നീ നിന്റെ സീറ്റിലേക്ക് പോയിക്കൊന്നു പറയേ. അങ്ങനെ ഇവളാണെങ്കിൽ പോകാൻ നിൽക്കുന്ന ടൈം ഗു അവളെ പിന്നെയും വിളിക്കും. അവൾക്ക് പിന്നെ ഒരു ഹോപ്പ് ഉണ്ടാവുകയെ. അതേ ടൈം അവനാണെങ്കിൽ പറയും, നിന്റെ ഇന്റേൺഷിപ്പ് തീരാൻ പോകുന്നതാണ്, ആ ഒരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ ഒരു കമ്പനിയിൽ നിന്ന് പോകാമെന്ന് പറയേ. പാവം നമ്മളെ അതാണെങ്കിൽ മോങ്ങിക്കോട് പോകുന്നുണ്ടാവും. സി ആണെങ്കിൽ ഇവക്ക് എന്താ പറ്റിയെന്നുള്ള രീതിയിൽ അവളെ നോക്കുന്നുണ്ടാവും. എന്നിട്ട് അവനാണെങ്കിൽ അകത്തേക്ക് പോകുന്ന ടൈം അവൻ എന്നാ, അതായത് നമ്മളെ ഗു എന്നാണോ നമ്മളെ പെണ്ണിനോട് ചോദിച്ചത് അതേ ക്വസ്റ്റ്യൻ തന്നെ സീനോടും ചോദിക്കുന്നുണ്ടാവും. സിയും നമ്മളെ ഡെയിനെ കൊണ്ട് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുണ്ടാവുള്ളൂ. അതേ ടൈം നമ്മളെ ഹാനും പെണ്ണും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടാവും. അവിടെയാണെങ്കിൽ അവിടെ കൊളീഗ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇവരെ ബോസില്ലേ, ബോസിനായിരിക്കും അസുഖമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കൊളീഗ് ആണെങ്കിൽ പറയും, ബോസിന് വലിയ കുഴപ്പമൊന്നുമില്ല, നീ ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കോന്നു പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ ബോസിനെ കാണാൻ പോകുന്ന ടൈം ഹാൻ ആണെങ്കിൽ പറയും, ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ അടുത്ത് ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് വരണ്ടാന്ന്, ബോസിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്, അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. ആൻറ്റിക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഇവനുമായിട്ട് പിന്നെയും തർക്കിക്കുന്നുണ്ടാവും. നമ്മളെ ചെക്കനാണെങ്കിൽ പാവം പോലെ ആൻറ്റീൻ്റെ പിന്നാലെ തന്നെ പോകുന്ന ടൈം അവളാണെങ്കിൽ പറയും, നീ എൻ്റെ പിന്നാലെ തന്നെ വരേണ്ട ഒരാവശ്യമില്ല, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, നീ പോയിട്ട് നിന്റെ കാര്യങ്ങൾ നോക്കിക്കോന്നു പറഞ്ഞിട്ട് അവനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവും. നമ്മളെ ഹാനിന് ആൻറ്റീനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അവക്കത് മനസ്സിലാവുന്നതോ ഇല്ലെന്ന് നമുക്ക് തന്നെ മനസ്സിലാകാത്തൊരവസ്ഥയാണ്. അങ്ങനെ നമ്മളെ ഗു ആണെങ്കിൽ നേരെ നമ്മളെ ആൻറ്റീൻ്റെ അടുത്ത് വരുവേ. സംഭവം എന്നായിരിക്കും നമ്മളെ ഡേ പെണ്ണിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മളെ ആൻറ്റിക്കാണല്ലോ. അപ്പം ആൻറ്റീൻ്റെ അടുത്ത് ഡേയിനെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചോദിക്കാനായിരിക്കും വരുന്നുണ്ടാവുക. ഇവൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ആൻറ്റീൻ്റെ കൈമിൽ കൊടുത്തിട്ട് ആൻറ്റി ആണെങ്കിൽ ഇതെല്ലാം വായിച്ചിട്ട് അവനോട് പറയും, ഇനി ഞാൻ എന്നാ വേണ്ടതെന്ന് ചോദിക്കുക. അതേ ടൈം ഗു ആണെങ്കിൽ പറയൂ, ഇതെല്ലാം ഞാൻ ഇങ്ങനെ അവളെ കൊണ്ട് അറിഞ്ഞ കാര്യങ്ങളാണ്, അവളെ കൊണ്ട് എനിക്കറിയാത്ത ഒരു കാര്യമുണ്ട്, അതായത് എനിക്ക് മാത്രം അറിയാത്തതും
തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, ഞാനാണെങ്കിൽ ആ ഒരു കട്ടുറുമ്പിനെ കണ്ടിന്. അവനാണെങ്കിൽ അവളെയും കൂട്ടിയിട്ട് വേറെ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നതെന്നാണ് പറഞ്ഞത്. നമ്മളെ ഡേ ആണെങ്കിൽ വേറൊരു റെസ്റ്റോറൻറ്റിൻ്റെ പേരായിരിക്കും പറഞ്ഞത്. അത് നമ്മളെ ചെക്കൻ്റെ ഡൗട്ട് പിന്നെയും കൂട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആൻറ്റീൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവുക. ആൻറ്റി ആണെങ്കിൽ എന്തെങ്കിലും വിട്ടിട്ട് പറയുക, ആൻറ്റി ഒന്നും വിട്ടിട്ട് പറയുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ, അതായത് ആൻറ്റി ആണെങ്കിൽ പറയും അവക്കാണെങ്കിൽ നീ അവളെ വിട്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര പേടിയുണ്ട്. അതുകൊണ്ടായിരിക്കും അവൾക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടെങ്കിൽ അവൾ മറച്ചു വെക്കുന്നത്. ആ ഒരു ടൈം ആകുന്ന ടൈം എല്ലാ കാര്യങ്ങളും നീ അറിയൂന്നെന്ന് പറയുക. നമ്മളെ ഗൂം അധികം ഒന്നും ചോദിക്കാണ്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. പോകാൻ നോക്കുന്ന ടൈമായിരിക്കും അവളാണെങ്കിൽ നമ്മളെ ആൻറ്റീനോട് നീ ഇങ്ങനെ ഹാനുമായിട്ട് അടിയാണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. ആൻറ്റി നല്ല രീതിയിൽ പറയുക. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് നിനക്കാണെങ്കിൽ ഇങ്ങനെ സർപ്രൈസ് ഒന്നും ഇഷ്ടപ്പെടില്ല, നീ ആ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഷോക്ക് മാത്രമേ ആകുള്ളൂ എന്ന്. പക്ഷെങ്കിൽ ഹാൻ്റെ ക്യാരക്ടർ അതാണ്, അവനിങ്ങനെ സർപ്രൈസ് എല്ലാം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അവൻ അതെല്ലാം ചെയ്തത്. അതുകൊണ്ട് വെറുതെ അവനുമായിട്ട് അടിയാവണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഗു അവിടുന്ന് പോകും. പിന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ വീട്ടിൽ വരുന്ന ടൈം ആൻറ്റി ആണെങ്കിൽ ഗു വന്ന കാര്യം പറയുന്നുണ്ട് അവർക്ക്. എന്നിട്ട് ആൻറ്റി ആണെങ്കിൽ പറയും നീ ആണെങ്കിൽ ഒരു സിംഗറാന്നുള്ള കാര്യം അവൻ്റെ അടുത്ത് നീ എനിക്ക് ഇനി അധിക കാലം മറച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനാണെങ്കിൽ നിന്നെ കൊണ്ട് പല കാര്യങ്ങളും കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ ഇവളെ കൊണ്ട് കണ്ടുപിടിച്ച ആ ഒരു ഫയലില്ലേ, ആ ഒരു ഫയലാണെങ്കിൽ നമ്മളെ പെണ്ണിന് കൊടുക്കുന്നുണ്ട് അവർക്ക്. നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു സിംഗർ ഡ്രസ്സ് ഇട്ടിട്ട് ആ ഒരു ഫയൽ മൊത്തം നോക്കുന്നുണ്ട് അവർക്ക്. നോക്കുമ്പം ഇവളെ കൊണ്ട് എന്താ പറയുക, ഇവക്ക് തന്നെ അറിയാത്ത കാര്യങ്ങളൊക്കെ A to Z രീതിയിലാണെങ്കിൽ അവനാണെങ്കിൽ ഒരു ഫയലാക്കി വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അതിലൂടെ തന്നെ അവക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെ പെടാൻ പോകുന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ നമ്മൾ ആൻറ്റി ഫ്ലാഷ് ബാക്കിൽ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. നീ ഇങ്ങനെ മറച്ചു വെക്കും തോറും അവനാണെങ്കിൽ നീ എന്നാന്നുള്ള ആ കാര്യം അറിയേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതായിരിക്കും നല്ലതെന്ന്. പക്ഷെങ്കിൽ ഇവക്കാണെങ്കിൽ ഇവള് സിംഗറാന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂന് ഇവളോടൊരു ദേഷ്യമില്ലേ, അങ്ങനത്തെ ഒരു ദേഷ്യം ഉണ്ടാകും എന്നുള്ളൊരു തിങ്കായിരിക്കും. കാരണം മുന്നുള്ള ഒരു എപ്പിസോഡിൽ അവനിങ്ങനെ സിംഗേഴ്സിനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലേ, അതായിരിക്കും നമ്മളെ പെണ്ണിന്റെ മൈൻഡിലൂടെ ഓടുന്നുണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ അവന്റെ ഓഫീസിലേക്ക് വരുന്ന ടൈം അവിടെ താഴെ നമ്മളെ ഡേ സിംഗർ ഉണ്ടാവുമായിരിക്കും. അവളെ കണ്ടപാട് നമ്മളെ ചെക്കനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്നിട്ടാണെങ്കിൽ പറയും നീ ആണെങ്കിൽ പറഞ്ഞത് നീ ഇങ്ങനെ ആ ഒരു ഡേയിൻ്റെ നെയ്ബർ ആണെന്നല്ലേ, നിനക്കാണെങ്കിൽ അവളെ കൊണ്ട് കുറേ കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ, നിനക്ക് അവൾക്ക് എന്ത് സംഭവം പേടി എന്നുള്ള കാര്യം അറിയാവുന്നെന്ന് ചോദിക്കേ. നമ്മളെ ഡേ സിംഗർ എന്നാ പറയേണ്ടത്, അവളെ കൊണ്ട് തന്നെ ഈ ചോദിച്ചോണ്ട് നിൽക്കുന്നത്. പക്ഷെങ്കിൽ ഇവളാണെങ്കിൽ കമ്മ എന്നുള്ളൊരു അക്ഷരം ഉണ്ടല്ല, അവനാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറുന്ന ടൈം അവനാണെങ്കിൽ പറയൂ നിന്റെ ഷോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാക്കും ഒരു ടീ കുടിച്ചാലോ, ആ ടൈം നിനക്ക് അവളെ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അധികം ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ ഓഫീസിലെത്താൻ പോകുന്ന ടൈം അവനാണെങ്കിൽ പിന്നെയും ചോദിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയും എനിക്കറിയാം അവൾക്ക് എന്നാ പേടി എന്നുള്ള കാര്യം എന്ന് പറയുക. അത് കേൾക്കുന്ന ടൈം ഗു ആണെങ്കിൽ പറയും ശരിക്കോ നിനക്കറിയെങ്കിൽ അത് ഈ ഒരു ഷോ കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുമെന്നും ചോദിക്കുക. അതേ ടൈം അവളാണെങ്കിൽ പറയും ഈ ഒരു ഷോ കഴിയേണ്ട ഒരാവശ്യമില്ല, എൻ്റെ ഷോ നീ കാണ്, അപ്പം തന്നെ നിനക്ക് ആൻസർ കിട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും കാട്ടി മുന്നേ അവളാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു ലൈവ് എൻ്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടായിരിക്കും പാട്ട് പാടാൻ തുടങ്ങുന്നുണ്ടാവുക. ഇവള് ഏത് പാട്ടായിരിക്കും പാടുന്നുണ്ടാവുക, അന്ന് ടീം ബിൽഡിംഗ് ഇവന്റ് നടന്നിട്ടില്ലേ, അന്ന് ഇവള് പാടിയ അതേ പാട്ടായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ നേരെ ഡൗട്ട് അടിക്കുന്നുണ്ടാവുമായിരിക്കും. അവനിങ്ങനെ ആലോചിച്ചോട് നിൽക്കുന്ന ടൈമായിരിക്കും അവളാണെങ്കിൽ പറയുന്നുണ്ടാവുക കുറേ കാലമായിട്ട് തുറന്നു പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം ഇന്ന് നടക്കുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ലൈഫിൽ ഞാനാണെങ്കിൽ 2 ടൈം ഭയങ്കര നെർവസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതൊന്ന് എൻ്റെ എൻട്രൻസ് എക്സാം, 2 ഇതാ ഇന്ന് ഈ ഒരു നിമിഷം ഞാൻ ഇപ്പോൾ നിങ്ങളോട് എല്ലാവരോടും കൂടിയിട്ട് ഒരു കാര്യം തുറന്ന് പറയാൻ പോകുന്ന നീ ഇത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ ഗൂൻ്റെ പേര് വിളിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് നമ്മളെ ഗൂനോടാണെങ്കിൽ അവൾ പറയും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് പേടിയുള്ള ഒരൊറ്റ കാരണം നീ എൻ്റെ ഈ ഒരു കോലം കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടും എന്നുള്ളൊരു പേടിയില്ലേ, ആ ഒരു പേടി മാത്രമാണ് എനിക്കുള്ളൂ എന്ന് അവൾ പറയുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ഗൂനാണെങ്കിൽ ഒരു 10-15 കിളി പാറിപ്പോയൊരവസ്ഥയായിരിക്കും. അവൻ ഇങ്ങനത്തെ ഒരു സംഭവം എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടാവില്ല. ആണെങ്കിൽ നമ്മളെ സിംഗർ ഡെയിനിയും വെച്ചിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. അവനൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ട് നമ്മളെ ഗൂൻ്റെ മുന്നിൽ പോകുന്നുണ്ടാവും. പറഞ്ഞിട്ടില്ലേ ഗൂ ആണെങ്കിൽ കിളി പോറ്റിയിരിക്കുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ അവനാണ്
അവനാണെങ്കിൽ ഇവളെ തന്നെ അടിമുടി നോക്കുന്നുണ്ടായിരിക്കെ. ഇവനാണെങ്കിൽ ഇവൾ രണ്ട് ഭാവത്തിൽ വന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും. അവനാണെങ്കിൽ എണീച്ച് വന്നിട്ട് ഇവളെ തന്നെ നോക്കുന്ന ടൈം അവളാണെങ്കിൽ മനസ്സിൽ വിചാരിക്കും, എനിക്ക് തോന്നുന്നത് ഇത് അവസാനത്തെ മീറ്റപ്പ് ആണെന്നാണ്, ഇനി നമ്മൾ തമ്മിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നവളിങ്ങനെ മനസ്സിൽ പറയേ. എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കും, ആർ യു ഗോയിങ് ടു എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, എന്നാ ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്നാണോ എന്ന് ചോദിക്കേ. അതേ ടൈം അവളാണെങ്കിൽ എന്നാ മറുപടി പറയേണ്ടതെന്ന് തിരിയാണ്ട് ഹാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കും. ഈ ഒരു സീനിലായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ഇനി നമ്മളെ ഗു അവളെ തിരിച്ചു വിളിക്കുക. നിങ്ങളെ അഭിപ്രായം എന്നാ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ബൈ.